ഹലോ മക്കളെ, വെൽക്കം ബാക്ക് ടു RK-NEXT. ടൈം ടേബിൾ ഒക്കെ മാറി ഓണ പ്രോഗ്രാം ഉണ്ടോ? മക്കളുടെ ഏറ്റവും വലിയ ചോദ്യമാണ് അല്ലേ വടക്കൻ? യെസ് മക്കളെ, അപ്പൊ ടൈം ടേബിൾ മാറി വന്നിട്ടുണ്ടായിരുന്നു. ഇന്നലെ രാത്രിയാണ് ടൈം ടേബിളും കാര്യങ്ങളൊക്കെ മാറി വന്നിട്ടുള്ളത്. അപ്പൊ അതിൽ ഏറ്റവും കൂടുതൽ ആശങ്കയായിട്ടുള്ള ഒരു വിഷയം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ വർഷം ഓണപരിപാടി ഉണ്ടാവുമോ ഇല്ലേ എന്നുള്ളതാണ്. അതായത് സ്കൂളുകളിൽ നടക്കാൻ പോകുന്ന ഓണപരിപാടി. നമ്മൾ പറയാനുള്ള ഏറ്റവും മേജർ ആയിട്ടുള്ള റീസൺ, നമ്മുടെ വെള്ളിയാഴ്ചയാണ് എക്സാം എല്ലാം കഴിഞ്ഞ് ഓണം സെലിബ്രേഷന് വേണ്ടിയിട്ട് നിങ്ങൾക്ക് കരുതി വെച്ചിരുന്ന ഡേ അല്ലേ. പക്ഷെ ആ ദിവസം 8ാം ക്ലാസ്സുകാർക്കും എന്താണ്, ഒരു പരീക്ഷയുണ്ട്, ഒരു എക്സാം ഉണ്ട്. യെസ്, അപ്പം മക്കളെ, നമ്മുടെ ടൈം ടേബിൾ വന്ന ചേഞ്ചസ് ആണ് ആദ്യം നമ്മൾ ചെക്ക് ചെയ്യാൻ പോകുന്നത്. എന്നിട്ട് ഓണപരിപാടി ഉണ്ടാവോ ഇല്ലേ എന്നതിനെ കുറിച്ച് കൂടുതൽ ഡീറ്റെയിൽ ആയിട്ട് നമ്മൾ ലാസ്റ്റ് പറയുന്നതായിരിക്കും. സോ ലാസ്റ്റ് വരെ വീഡിയോ കാണാതെ ആരും കമന്റ് ബോക്സിൽ പോയിട്ട് എന്താക്കണ്ട, കമന്റ് ഇടാൻ പോകണ്ട. യെസ് മക്കളെ, അപ്പൊ നമ്മുടെ എക്സാമിൽ വന്ന ടൈം ടേബിൾ ചേഞ്ചസ് 10ാം ക്ലാസ്സിലെ കുട്ടികളെ സംബന്ധിച്ചിടത്തോളം അവർക്ക് വന്നിട്ടുള്ള ചേഞ്ച് എന്ന് പറയുന്നത് 14ാം തീയതി നടക്കേണ്ടിയിരുന്ന ഒരു എക്സാമിനേഷൻ, 14ാം തീയതി ഉച്ചക്കും രാവിലെയും ഒരു എക്സാമിനേഷൻ ഉണ്ടായിരുന്നു. ആ ഒരു എക്സാമിനേഷൻ നേരെ 18ാം തീയതിയിലേക്ക്, 18ാം തീയതി ഉച്ചയ്ക്ക് ശേഷത്തേക്ക് മാറ്റിയിട്ടുണ്ട്. കെമിസ്ട്രീന്റെ കൂടെ നടക്കേണ്ട എക്സാം സോഷ്യലിന്റെ കൂടെ ഇട്ടു. അപ്പോ നിങ്ങൾക്ക് വെള്ളിയാഴ്ച ഒരൊറ്റ എക്സാം എഴുതിയാൽ മതി. അന്ന് കെമിസ്ട്രിയുടെ എക്സാമിനേഷൻ മാത്രമായിരിക്കും ഉണ്ടായിരിക്കുക. യെസ്, അപ്പൊ നമ്മളെ കുട്ടികളെ സംബന്ധിച്ചിടത്തോളം 80 മാർക്കിന്റെ സോഷ്യൽ സയൻസ് എക്സാമും അതുപോലെ തന്നെ 40 മാർക്കിന്റെ ഒന്നാം ഭാഷ പരീക്ഷയും കൂടി ഒരുമിച്ച് ചെയ്തിട്ടുണ്ട്. സെക്കൻഡ് പേപ്പർ, ഒന്നാം ഭാഷ പേപ്പറിന്റെ സെക്കൻഡ് പാർട്ടാണ്. ഇത് രണ്ടും ഒരുമിച്ച് ചെയ്തേണ്ട ഒരു സിറ്റുവേഷൻ വരുന്നുണ്ട് എന്നുള്ളതാണ് അവിടുത്തെ റിസ്ക് എലൈൻമെന്റ് എന്ന് പറയുന്നത്. സോ ടൈം ടേബിൾ ഒരു വലിയ മാറ്റം തന്നെ വന്നിട്ടുണ്ട് മക്കളെ. ആദ്യത്തെ ആഴ്ച 2 എക്സാം മാത്രമായിരിക്കും നടക്കുക. ബാക്കി എല്ലാ എക്സാമിനേഷനും ഓണത്തിന്റെ ആ ഒരു വീക്കിലേക്കാണ് ചേഞ്ച് ആയിട്ടുള്ളത്. സോ ബേസിക്കലി പറയുകയാണെങ്കിൽ വലിയ മാറ്റങ്ങൾ 10ാം ക്ലാസ്സിലെ കുട്ടികളെ സംബന്ധിച്ചിടത്തോളം വരുന്നില്ല. ബട്ട് മറ്റു ക്ലാസ്സുകളിൽ നല്ല രീതിയിലുള്ള ചേഞ്ചസ് 8ാം ക്ലാസ്സിലാണെങ്കിലും 9ാം ക്ലാസ്സിലാണെങ്കിലും നല്ല രീതിയിലുള്ള ചേഞ്ചസ് ഉണ്ടായിട്ടുണ്ട് എന്നുള്ളതാണ്. അപ്പോ വെള്ളിയാഴ്ചയാണ് 8ാം ക്ലാസ്സുകാരുടെ ഒരു എക്സാം നടക്കുന്നത് അല്ലെ, ഒന്നാം ഭാഷ പേപ്പർ 2 നടക്കുക. അപ്പൊ അന്ന് സ്കൂളുകളിൽ സെലിബ്രേഷൻ ഉണ്ട്. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ഓണ പരിപാടികൾ നടത്താൻ വേണ്ടിയിട്ട് നമ്മൾ റിസർവ് ചെയ്ത് വെച്ചിരുന്ന ഒരു ഡേറ്റ് ആണ് ഈ പറയുന്ന 21ാം തീയതി എന്ന് പറയുന്നത്. പക്ഷെ അന്നൊരു പരീക്ഷ നടക്കുന്നുണ്ടെങ്കിൽ ആ സ്കൂളിൽ ഒരു കാരണവശാലും ഓണപരിപാടികൾ ഉണ്ടാവാനുള്ള സാധ്യത ഇല്ല എന്നുള്ളത് തന്നെയാണ് നമ്മൾ അറിയാൻ പറയുന്നത്. എക്സാം ആണെന്നുണ്ടെങ്കിൽ ബാക്കി ക്ലാസ്സുകാർക്ക് ഒരിക്കലും സെലിബ്രേഷൻ നടത്തില്ല. പക്ഷെ ഒരു ചാൻസ് ഉണ്ട്, ഈ വർഷം ഒരു ചാൻസ് ഉണ്ട്. ഞാൻ കാണുന്ന ഒരു ചാൻസ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഓണപരിപാടി ഇല്ലാതിരിക്കാൻ ചാൻസ് ഇല്ല. ഈ ഓണപരിപാടി നടത്താൻ വേണ്ടിയിട്ട് ചിലപ്പോൾ ഈ പരീക്ഷയെ സ്കൂൾ തുറക്കുന്ന ദിവസത്തിലേക്ക് മാറ്റി വെക്കാനുള്ള ചാൻസസ് ഉണ്ട്. എക്സാം മാറ്റിയെങ്കിൽ മാത്രമായിരിക്കും ഈ വർഷം ഓണപരിപാടി നടക്കാനുള്ള. പൊതുവെ സ്കൂളുകളെല്ലാം, പല സ്കൂളുകളും എന്താണ് വെള്ളപ്പൊക്കത്തിന്റെ എന്താണ് പറയാ എഫക്റ്റഡ് ആയിട്ട് നിൽക്കുകയാണ്. സ്കൂളുകളിലെ ക്യാമ്പുകളാണ്. അപ്പൊ അഫക്റ്റഡ് ആയിട്ടുള്ള ഒരുപാട് കുട്ടികളുണ്ട്. അപ്പൊ എക്സാം മാറ്റുമോ എന്നുള്ള കൺഫ്യൂഷൻ തന്നെ നമുക്കുണ്ടായിരുന്നു. പക്ഷെ നിലവിൽ എക്സാം മാറ്റുന്നില്ല. അങ്ങനെയാണെങ്കിൽ സെലിബ്രേഷൻ ഉള്ള പോസിബിലിറ്റീസ് കുറവാണ്. ബേസിക്കലി നമ്മൾ പറയുകയാണെങ്കിൽ ചിലപ്പോൾ കേരളത്തിൽ പല സ്ഥലങ്ങളിലും വെള്ളക്കെട്ടുകളൊക്കെ ഇപ്പോഴും നിലനിൽക്കുന്ന സാഹചര്യത്തിൽ അത്യാവശ്യം നല്ല രീതിയിലുള്ള ഒരു ആൾക്കാരെ തിരികെ കൊണ്ടുപോയി വീട്ടിലേക്ക് കൊണ്ടുപോകാൻ ഒരു ടൈം എടുക്കും. അപ്പൊ സെലിബ്രേഷനുള്ള സാധ്യതകൾ എന്താണ്? വളരെ കുറവാണ്. ഇനിയിപ്പോ ഇൻ കേസ് നടത്താൻ പറ്റുന്ന ഒരു സാഹചര്യത്തിലേക്ക് നമ്മുടെ കേരളം മാറി വരികയാണ്. എനിക്ക് തോന്നുന്നു ഇന്നോട്ട് മഴയൊക്കെ നല്ല രീതിയിൽ കുറവുണ്ട് ഈ പ്രദേശങ്ങളിൽ. നാളെ മുതൽ മഴ പെയ്യുമെന്ന് പ്രത്യേകം പറയുന്നുണ്ട്. അപ്പൊ നമുക്ക് പറയാൻ പറ്റും, കാലാവസ്ഥയുടെ ഒരു ഡിപ്പെൻഡ് ചെയ്തിരിക്കും ഈ വർഷത്തെ സെലിബ്രേഷൻസ് കാര്യങ്ങളൊക്കെ. സോ സെലിബ്രേഷൻ വേണമെന്നുള്ള നിലക്കല്ല, ഈവൻ ദോ ഈ ഒരു സാഹചര്യത്തിന് നമ്മൾ മനസ്സിലാക്കി അതിനനുസരിച്ച് നമ്മൾ കൂടെ നിൽക്കേണ്ടതുണ്ട്. സോ നിങ്ങളുടെ ചാൻസസ് മൊത്തം ഈ വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ട്. മാക്സിമം ഫ്രണ്ട്സിലേക്ക് ഷെയർ ചെയ്യുക. ഇതുപോലത്തെ അപ്ഡേറ്റ്സിനായിട്ട് ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. ബൈ.